റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്ഷൻ ആൻഡ് മെഷർമെന്റ്. റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷൻ. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഒക്കെ നാച്ചുറലി ഓ ക്യാൻ ബി ജനറേറ്റ് ആർട്ടിഫിഷ്യലി. നമുക്ക് റേഡിയേറ്റീവ് ഐസോട്ടോപ്പുകളെ നമുക്ക് നാച്ചുറലി ഒക്കെ ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യലി ലാബിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. They emit ionizing radiation in the form of electromagnetic waves or energetic particles. ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് അയണൈസിങ് റേഡിയേഷനെ എമിറ്റ് ചെയ്യും. അതെങ്ങനെ എമിറ്റ് ചെയ്യുന്ന വെച്ചാൽ ഒന്നിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഫോമിലോ അല്ലെങ്കിൽ എനർജറ്റിക് പാർട്ടിക്കിൾസിന്റെ ഫോമിലോ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് അയണൈസിങ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. എക്സ്പോഷർ ടു അയണൈസിങ് റേഡിയേഷൻ അബോവ് പെർമിസിബിൾ ലിമിറ്റ്സ് ക്യാൻ റിസൾട്ട് ഇൻ സീരിയസ് ബയോളജിക്കൽ ഡാമേജ്. അപ്പം നമ്മൾ ഈ അയോണൈസിങ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എബോവ് പോയാൽ, ആ പെർമിസിബിൾ ലിമിറ്റിന് എബോവ് പോയാൽ അത് ഒരുപാട് ഡാമേജ് ഹ്യൂമൻ ബീങ്സിനായാലും മറ്റു ജീവജാലങ്ങൾക്കായാലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. A radioactive nucleus is unstable and it can become stable by ejecting particles and electromagnetic waves. സാധാരണ റേഡിയോആക്റ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അത് സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യും? അവര് പാർട്ടിക്കിൾസിനെ ഇജക്ട് ചെയ്യും, അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെയും ഇജക്ട് ചെയ്തിട്ട് അൺസ്റ്റേബിൾ ആയ റേഡിയോആക്റ്റീവ് ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയി മാറും. If an atom loses an orbital electron, it becomes a positive ion. അപ്പം അങ്ങനെ ആറ്റം ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് സ്വാഭാവികമായും ഒരു പോസിറ്റീവ് അയോണായിട്ട് മാറും. അപ്പൊ അതിനെന്തുണ്ടാവും? ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകാൻ നെഗറ്റീവ് ചാർജിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. ദി ഇലക്ട്രോൺ ദാറ്റ് വാസ് റിമൂവഡ് ബിക്കംസ് എ നെഗറ്റീവ് അയോൺ. ഇപ്പൊ നമ്മൾ റിമൂവ് ചെയ്ത ആറ്റത്തിന്റെ ഓർബിറ്റിൽ നിന്ന് റിമൂവ് ചെയ്ത ഇലക്ട്രോൺസ് എന്തായിട്ട് മാറാം? നെഗറ്റീവ് അയോൺ ആയിട്ട് മാറാൻ. റേഡിയോ ആക്ടിവിറ്റി ഹെവി അൺസ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ്, ഫോർ എക്സാമ്പിൾ യുറാനിയം ആണെങ്കിൽ അത് ആൽഫ പാർട്ടിക്കിൾസ് ആയ ഹീലിയം ന്യൂക്ലിയം എമിറ്റ് ചെയ്യും, അതുപോലെ ഗാമാറെ, പിന്നെ പ്രോട്ടോൺ, ബീറ്റ പാർട്ടിക്കിൾ ആൻഡ് ന്യൂട്രോൺസ്. ടൈപ്സ് ഓഫ് എമിഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓർ പാർട്ടിക്കിൾസ് എമിറ്റഡ് ബൈ ദ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ആ ഇപ്പൊ വേവ്സ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് എന്തെല്ലാം പാർട്ടിക്കിൾസ് ആണ് എമിറ്റ് ചെയ്യുന്നത് വെച്ചാല് ആൽഫ, ബീറ്റ, ഗാമ ഇതെല്ലാം എമിറ്റ് ചെയ്യുന്നത്. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് എമിറ്റ് ചെയ്ത പാർട്ടിക്കിൾസ്. അങ്ങനെ ഓരോ പാർട്ടിക്കിളിന്റെയും പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. 3 ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് ഉണ്ട്: ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ ആണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് ഒരു ഹീലിയം ന്യൂക്ലിയസ് ആണ്. ജനറലി ആൽഫ എന്ന് പറയുന്നത് He2 4 എന്ന് പറയുന്നത് അത് 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും ഉണ്ട്. ബീറ്റ ആണെങ്കിൽ അവർക്ക് ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, അതിന് ബീറ്റ എന്ന് പറയുന്നത്. ഗാമ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അപ്പൊ ആൽഫയുടെ ചാർജ് +2 കാരണം ഹീലിയം +2 ചാർജ്. ബീറ്റ ആകുമ്പോൾ -1 കാരണം ഇത് ഇലക്ട്രോൺ ആണ്. ഗാമക്ക് വേവ് ആയതുകൊണ്ട് ചാർജ് ഒന്നുമില്ല, 0. മാസ് തരുന്നത് ആൽഫക്ക് നല്ല മാസ് ആയിരിക്കും, എന്നാൽ ബീറ്റക്കാണെങ്കിൽ സ്മോൾ, ഗാമക്കാണെങ്കിൽ മാസേ ഇല്ല കാരണം ഒരു വേവ് ആണ്. പിന്നെ സ്പീഡ് തരുന്നത് ആൽഫന്റെ സ്ലോ ആണ്, ബീറ്റന്റെ ഫാസ്റ്റ് ആണ്, ഗാമയുടെ വെരി ഹൈ സ്പീഡ്, ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ്. പിന്നെ ആൽഫ എന്ന് പറയുന്നത് അതിന്റെ അയണൈസിങ് എഫക്ട് സ്ട്രോങ് ആണ്, ബീറ്റയുടെ വീക്ക് ആണ്, ഗാമയുടെ വെരി വീക്ക്. പിന്നെ അവ എപ്പോഴും ഡേഞ്ചറസ് ആവാന്ന് വെച്ചാൽ ആൽഫ വെൻ സോഴ്സ് ഇൻസൈഡ് ദ ബോഡി. ഇപ്പൊ സോഴ്സ് അവരുടെ ബോഡിയുടെ ഉണ്ടെങ്കിൽ ആൽഫ ഭയങ്കര ഡേഞ്ചറാണ്. ബീറ്റ ആണെങ്കിലോ വെൻ സോഴ്സ് ഇസ് ഔട്ട്സൈഡ് ദ ബോഡി, സോഴ്സ് ബോഡിയുടെ പുറത്താണെങ്കിലോ. ഗാമ ആണെങ്കിലോ വെൻ സോഴ്സ് ഇസ് ഔട്ട്സൈഡ് ദ ബോഡി. യൂണിറ്റ്സ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് കൗണ്ട്സ് പെർ സെക്കൻഡ്, അതെന്ന് പറയുന്നത് റെക്കോർഡ് റേറ്റ് ഓഫ് ഡീകെ. റേറ്റ് ഓഫ് ഡീകെ റെക്കോർഡ് ചെയ്യുന്ന ഒരു യൂണിറ്റ് CPS എന്ന് പറയുന്നത്. DPS ആണ് ഡിസിന്റഗ്രേഷൻ പെർ സെക്കൻഡ്, അത് ആക്ച്വൽ റേറ്റ് ഓഫ് ഡീകെ ആണ്, ഡിസിന്റഗ്രേഷൻ പെർ സെക്കൻഡ്. പിന്നെയുള്ളത് ക്യൂരി. ക്യൂരി എന്ന് പറയുന്നത് നമ്പർ ഓഫ് DPS ഇക്വലന്റ് ടു 1 gram ഓഫ് റേഡിയം. 3.7 to 10⁻10 DPS എന്നാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ് ബെക്കറൽ. ബെക്കറൽ ഈസ് ഈക്വൽ ടു 1 DPS. 1 ക്യൂരി എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ചാൽ 3.7 into 10⁻10 ബെക്കറൽ ആണ്. അത് ഇമ്പോർട്ടന്റ്. പിന്നെ റാഡ് എന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഡോസ് ഗിവൺ an energy of absorption of 0.01 joule kilogram inverse. ജീറ ആണെങ്കിൽ ദ ഡോസ് ദാറ്റ് ഗിവ്സ് an energy absorption of 1 joule kilogram inverse. അതിൽ 1 ഗ്രേ എന്ന് പറയുന്നത് 100 റേഡിന് ഈക്വൽ ആണ്. പിന്നെ റം എന്ന് പറയുന്നത് വേറെ യൂണിറ്റ്. The amount of radiation that gives in a dose in human equivalent to 1 radium of X-ray. So human equivalent to 1 radium of X-rayക്ക് എത്ര amount of radiations വേണം, അതാണ് റം എന്ന് പറയുന്നത്. C0 ആണെങ്കിൽ amount of radiation that give dose in humans equivalent to 1 gray of X-rays. അപ്പൊ 1 C എന്ന് പറയുന്നത് 100 m ആണ് റം. പിന്നെ റോ ആന്റിജനിൽ the amount of radiation that produces 1.61 into 10⁻15 ion pairs. അപ്പൊ അത്രയും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എമൗണ്ട് ഓഫ് റേഡിയേഷൻ ആണ് റോ ആന്റിജൻ എന്ന് പറയുന്നത്. ആർ ഡിനോട്ട് ചെയ്യും. പിന്നെ 1 ഇലക്ട്രോൺ വോൾട്ട് നമുക്കറിയാം 1.6 × 10⁻19 ജൂൾ. ബെക്കറൽ യൂണിറ്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ആണ് ബെക്കറൽ എന്ന് പറയുന്നത്.
1 nucleus decay per second. ശരിക്കും 1 becquerel എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസ് ഒരു സെക്കൻഡിൽ എത്ര ഡീക്കേ ചെയ്യുന്നുണ്ട്. 1 becquerel. Sievert ആണെങ്കിൽ unit of radiation exposure dose which a person receives. Radiation detectors, interactions of alpha, beta, and gamma radiations matter produce positive charge electrons. അപ്പൊ ഈ ആൽഫ ബീറ്റ ഗാമ പോലത്തെ ഐസോടോപ്സ് ഇന്ററാക്ട് ചെയ്താല് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. റേഡിയേഷൻ ഡിറ്റക്ടേഴ്സ് ആർ അബ്സോർബ് ഔട്ട്പുട്ട്. റേഡിയേഷൻ അയോണൈസേഷൻ മെഷർ ചെയ്യും. അതുപോലെ നമുക്ക് ഒരു അബ്സോർബ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി റേഡിയേഷൻ ഡിറ്റക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എങ്ങനെ നമ്മൾ റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യുക? റിസർച്ച് ആപ്ലിക്കേഷൻ വഴി, എൻവയോൺമെന്റൽ സേഫ്റ്റി, പിന്നെ പവർ റെഗുലേഷൻ, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഓഫ് ഒക്കുപേഷണൽ വർക്കേഴ്സ്. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യേണ്ടത്. എസ്റ്റിമേഷൻ ഓഫ് റേഡിയേഷൻ ഡോസ് ഇൻ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ്, പിന്നെ calibration of radiator isotopes. Next, principle of radiation measurement. Measurements are carried out utilizing the interaction between radiation and substance. അപ്പോൾ നമുക്ക് മെഷർമെന്റ് എങ്ങനെയാണ് ക്യാരിഡ് ഔട്ട് ചെയ്യാന്ന് വെച്ചാല് റേഡിയേഷനും അതിൽ സബ്സ്റ്റൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയാണ് നോക്കിയിട്ടാണ്. ഇപ്പൊ രണ്ട് വഴിയുണ്ട്, അയോണൈസേഷനും അതുപോലെ എക്സൈറ്റേഷനും. അയോണൈസേഷൻ ആണെങ്കിൽ ഗ്യാസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള അയോണൈസേഷൻസ്. ഇപ്പൊ ഡിറ്റക്ടേഴ്സ് ആർ ഫില്ലഡ് വിത്ത് ഗ്യാസസ്. എന്ത് ചെയ്യും? ഗ്യാസ് വെച്ച് ഫില്ല് ചെയ്യും. ഒരു ചാമ്പറിലേക്ക് റേഡിയേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് മോളിക്യൂൾസ് എന്ത് ചെയ്യും? അയോണൈസ് ചെയ്യും. കാരണം ഗ്യാസ് ആയിട്ട് ഫിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ക്രിയേറ്റീവ് പോസിറ്റീവ് അയോൺസ്. അങ്ങനെ പോസിറ്റീവ് അയോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യും. ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്തിട്ട് അത് ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് ഫോം ചെയ്യും. ആ ഇലക്ട്രിക് സിഗ്നൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പൊ GM കൗണ്ടർ എന്ന് പറയുന്നതും ഈ ഒരു മെത്തേഡാണ്. അയോണൈസേഷൻ ചാമ്പറിലൊക്കെ ഈ മെത്തേഡാണ് ഉള്ളത്. പിന്നെ എക്സൈറ്റേഷൻ ആണെങ്കിൽ സിൻഡിലേറ്റർ ഒരു റേഡിയേഷൻ കൊടുത്താൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൾക്കാർ എക്സൈറ്റ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ റേഡിയേഷൻ പാസസ് സിൻഡിലേറ്റർ കൂടി റേഡിയേഷൻ പാസ് ചെയ്ത സമയത്ത് മോളിക്യൂൾസ് എന്ത് ചെയ്യും? ലോ ഗ്രൗണ്ട് സ്റ്റേറ്റ് നിന്ന് ഹൈ സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യും. പക്ഷെ അവർ എന്ത് ചെയ്യും? ബട്ട് ദ റിട്ടേൺ ടു ദ ഒറിജിനൽ സ്റ്റേറ്റ്, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ചെയ്യും. Light emitted in this process is amplified and converted into current for measurement. അപ്പൊ ഇങ്ങനെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് അവ എന്ത് കറണ്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ട് ചെയ്യാൻ പറ്റും. Simulations of a meteor. Example. Methods of rejection, methods based upon gas ionization, methods based on question. അപ്പൊ ഇങ്ങനെ 3 മെത്തേഡ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. ഫസ്റ്റത്തെ മെത്തേഡ് നോക്കാം. ഇനി ഒരു ബേസിക് റേഡിയേഷൻ ഡിറ്റക്ടർ സിസ്റ്റം എങ്ങനെയാണ് നമുക്ക് നോക്കാം. പിന്നെ ആംപ്ലിഫൈ ചെയ്യും. നെക്സ്റ്റ് അനലോഗ് ഡിജിറ്റൽ, ലാസ്റ്റ് അവർ സ്റ്റോർ ചെയ്യും. ഇനി മെത്തേഡ് ബേസ്ഡ് അപ്പോൾ ഗ്യാസ് അയോണൈസേഷൻ നോക്കുകയാണെങ്കിൽ ഗ്യാസ് ചാമ്പർ ഉണ്ടാവും. അവിടെ ഗ്യാസ് ഫില്ലിറ്റ് ഉണ്ടാവും. എയർ അല്ലെങ്കിൽ വേറെ ഗ്യാസ്. പിന്നെ ഇൻസിഡന്റ് അയോണൈസിങ് റേഡിയേഷൻ ഉണ്ടാവും. പോസിറ്റീവ് അങ്ങനെ രണ്ട് അവിടെ ഇലക്ട്രോൺ ഉണ്ടാവും. ഇലക്ട്രിക് കറന്റ് മെഷറിംഗ് ഡിവൈസ്. എഫക്ട് ഓഫ് വോൾട്ടേജ് അപ്പോൺ അയോണൈസേഷൻ. എസ് എ ചാർജ് പാർട്ടിക്കിൾ ആസിൽ കൂടി പാസ് ചെയ്ത് സംഭവിക്കും. അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് അവരെ ആ പാത്ത് സംഭവിക്കും. ഇലക്ട്രോൺസ് ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കിട്ടുന്ന ഒരു പാത്തിലോട്ട് ക്ലോസ് ആയിട്ട് പോകുന്നെങ്കിൽ അവിടെ അയോണൈസേഷൻ നടക്കും. ഡെബിറ്റി ഇൻഡ്യൂസ് അയോണൈസേഷൻ ഡിക്രീസസ് ഇൻ ദ ഓർഡർ. അപ്പൊ ഇങ്ങനെ ഈ അയോണൈസേഷൻ നടക്കാനുള്ള സാധ്യത എങ്ങനെയാന്ന് വെച്ചാൽ ആൽഫക്കാർക്ക് മറ്റു കൂടുതൽ 10,000-ഓളം ഉണ്ട്. ബീറ്റക്കാണെങ്കിൽ 100 മാത്രമേ ഉള്ളൂ. ഗാമയാണെങ്കിൽ accordingly, alpha and beta particle may be detected by gas ionization. Gas ionization by നടക്കുക ഒരു ചാമ്പറിൽ നമ്മൾ ഈ അയോണൈസേഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്ത് റിലേറ്റ് ഉണ്ടാവും? റേഡിയേഷൻ ഓഫ് പാർട്ടിക്കിൾസ് അവിടെ ആ ചാമ്പറിൽ എൻ്റർ ചെയ്തതനുസരിച്ചായിരിക്കും നമുക്ക് പുറത്ത് കിട്ടുന്ന ആ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നത്.
അപ്പൊ ഗിഗർ മുള്ളർ കൗണ്ടർ നമുക്ക് നോക്കാം. ഗിഗർ മുള്ളർ കൗണ്ടർ ആണെങ്കിൽ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ഓർ മെറ്റൽ ട്യൂബ്. ഗ്ലാസ് കൊണ്ട് ട്യൂബ് കൊണ്ട് ഒരു ചെറിയൊരു വിൻഡോ ഉണ്ട്. യൂഷ്വലി ആ വിൻഡോ എന്ന് പറയുന്നത് മൈക്ക് കൊണ്ട് മൈഡപ്പ് ചെയ്തൊരു വിൻഡോ ആണ്. At one end to enclose the gas. Depending upon the thickness of the window and the energy of the radiation, radioisotopes, a fraction of particles emitted enter the counting tube. അപ്പൊ ഈ വിൻഡോയുടെ തിക്നെസ്സും അതുപോലെ തന്നെ റേഡിയേഷൻ എനർജിയും അടിസ്ഥാനമാക്കിയാണ് എത്രത്തോളം റേഡിയേഷൻ ഐസോട്ടോപ്സ് എമിറ്റ് ചെയ്യുന്ന നോക്കുന്നത്. എൻ്റർ ദ കൗണ്ടിങ് ട്യൂബ് ആൻഡ് അയോണൈസ് ദ ഗ്യാസ് മിക്സ്ചർ. എത്രത്തോളം ഗ്യാസ് മിക്സ്ചർ അയോണൈസ് ചെയ്യുന്നതും ഇവരൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകാം. മെഷർ ഓഫ് റേഡിയോ ആക്ടിവിറ്റി ജിഗികമുള്ള കൗണ്ടറിന്റെ ആ ഒരു ഫിഗർ ഗ്ലാസ് ട്യൂബ് ഇൻസൈഡ് അയോണൈസിങ് റേഡിയേഷന് ഉള്ളിൽ എയർ ഓർ അത് ഗ്യാസ് ഉണ്ടാവും. കാഥോഡ് ആനോഡ് അവർ വോൾട്ടേജ് സൊസൈറ്റി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ കറണ്ട് മെഷറിംഗ് ഡിവൈസ് അതുകൊണ്ട് കറണ്ട് എത്രയാണ് അയോണൈസ് ചെയ്യുന്ന അടിസ്ഥാനമാക്കി അവിടെ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവും. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഗിഗർ കൗണ്ടർ കൺസിസ്റ്റ് ഓഫ് എ ഗിഗമുള്ള ട്യൂബ് ഉണ്ട്. ദ സെൻസിങ് എലമെന്റ് വിച്ച് ഡിറ്റക്ട്സ് ദ റേഡിയേഷൻ. അതിന് സെൻസിങ് എലമെന്റ് അവർക്ക് റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദ പ്രോസസിങ് ഇലക്ട്രോണിക്സ് വിച്ച് ഡിസ്പ്ലേസ് റിസൾട്ട്. അതുപോലെ ഇലക്ട്രോണിക് പ്രോസസിങ് അവിടെ എന്ത് ചെയ്യും, അത് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യും. അതാണ് ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗിഗമുള്ള ട്യൂബ് ഇസ് ഫില്ലഡ് വിത്ത് ഇനേർട്ട് ഗ്യാസ്. ഈ ഗിഗമുള്ള ട്യൂബ് ഇനേർട്ട് ഗ്യാസ് ആയിട്ട് ഫിൽ ചെയ്തിട്ടുണ്ടാവും. ഹീലിയം, നിയോൺ അല്ലെങ്കിൽ ആർഗൺ. അത് ലോ പ്രഷറിലാണ് ഫിൽ ചെയ്തിട്ടുണ്ടാകാൻ. അപ്പൊ അതിലേക്ക് നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. The tube briefly conducts electrical charge when a particular photon of incident radiation makes the gas conductive by ionization. ഇപ്പൊ ട്യൂബ് എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ ചാർജ് കറണ്ട് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഫോട്ടോൺ എന്ത് ചെയ്യും, ആ ഒരു ഗ്യാസ് കണ്ടക്റ്റീവിലേക്ക് പോയി അയോണൈസേഷൻ നടക്കുന്ന സമയത്ത്. അങ്ങനെ അയോണൈസേഷൻ ഇസ് കൺസിഡറബിളി ആംപ്ലിഫൈഡ് വിത്തിൻ ദി ട്യൂബ്. അങ്ങനെ അയോണൈസേഷൻ നടന്നാൽ അവരെന്ത് ചെയ്യും, ആ ഒരു അയോണൈസേഷൻ നടന്നത് ആംപ്ലിഫൈ ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ ബൈ ദി ടൗൺസ്ഡ് ഡിസ്ചാർജ് എഫക്ട് വഴിയാണ്. ടു പ്രൊഡ്യൂസ് എൻ ഈസിലി മെഷർ ഡിറ്റക്ഷൻ പൾസ്. അത് കാരണം ഒരു പൾസ് അല്ലെങ്കിൽ കറണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ ഡിറ്റക്ട് ചെയ്യാനും പറ്റും. പെട്ടെന്ന് എളുപ്പത്തിൽ പറ്റാൻ വേണ്ടിയാണ് ഈ ടൗൺസ് ഡിസ്ചാർജ് എഫക്ട്. ആൻഡ് വിച്ച് ഈസ് ഫെഡ് ടു ദ പ്രോസസിംഗ് ആൻഡ് ഡിസ്പ്ലേ ഇലക്ട്രോണിക്സ്. അത് പ്രോസസ് ചെയ്യും, അങ്ങനെ ഡിസ്പ്ലേ ഇലക്ട്രോണിക്സ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദ സ്മോൾ കറണ്ട് ജനറേറ്റഡ് ഈസ് മാഗ്നിഫൈഡ് അറ്റ് ഹൈ വോൾട്ടേജ്. അങ്ങനെ ജനറേറ്റ് ചെയ്ത ചെറിയൊരു കറണ്ട് എന്ത് ചെയ്യും, ഹൈ വോൾട്ടേജിൽ മാഗ്നിഫൈ ചെയ്യും. ആൻഡ് മെഷർ വിത്ത് സ്കെയിലർ യൂസ് ചെയ്ത് നമ്മൾ മെഷർ ചെയ്യും. ആൻഡ് കാലിബ്രേറ്റഡ് ടു റെക്കോർഡ് ദ ഡിസിൻറ്റഗ്രേഷൻ പെർ യൂണിറ്റ് ടൈം. അങ്ങനെ അത് റെക്കോർഡ് ചെയ്ത് ഡിസിൻറ്റഗ്രേഷൻ പെർ യൂണിറ്റ് ടൈം റെക്കോർഡ് ചെയ്യും. ദ കൗണ്ട്സ് റെക്കോർഡ് ഇൻക്ലൂഡ് കൗണ്ട്സ് ഡ്യൂ ടു അയോണൈസേഷൻ ഓഫ് ഗ്യാസ് മിക്സ്ചർ. അങ്ങനെ റെക്കോർഡ് ചെയ്ത കൗണ്ട് എന്ന് പറയുന്നത് അയോണൈസേഷൻ ഓഫ് ഗ്യാസ് മിക്സ്ചർ കാരണമാണ്. പിന്നെ ബൈ കോസ്മിക് റേസ് ആൻഡ് പാസിംഗ് ത്രൂ ദ ട്യൂബ്, എനി റേഡിയോ ആക്റ്റീവ് പ്രസന്റ് ഇൻ ദി സറൗണ്ടിങ് ഏരിയ എക്സെട്ര. And this is known as background. This background counts had to be subtracted from the counts. അങ്ങനെ കിട്ടുന്ന ബാക്ക്ഗ്രൗണ്ട് കൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് സാമ്പിളിൽ കിട്ടുന്ന കൗണ്ട്സ് ആയിട്ട് മൈനസ് ചെയ്യണം. ഇനി എക്സൈറ്റേഷൻ ആയിട്ടുള്ള മെത്തേഡാണ് scintillation ഉണ്ട്. Scintillation can be counted by two different techniques. Solid scintillation counting ഉണ്ട്, അത് liquid scintillation counting ഉണ്ട്. ഫസ്റ്റ് നമുക്ക് സോൾട്ട് നോക്കാം. സോൾട്ട് ആണെങ്കിൽ ഇവിടെ സാമ്പിൾ എന്ന് പറയുന്നത് ക്ലോസ് ടു ദ ഫ്ലോർ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റൽ ഫ്ലോർ ആയിരിക്കും നമ്മൾ സാമ്പിൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്രിസ്റ്റലൈസർ സിൽവർ ആക്ടിവേറ്റ് സിങ്ക്. ഫോർ ആൽഫ എമിറ്റർ ആണെങ്കിൽ സോഡിയം അയോഡൈഡ് ആയിരിക്കും. ഗാമ എമിറ്റർ സ്റ്റോബിൻ ആയിരിക്കും ബീറ്റ എമിറ്ററിന്റെ കേസ് ഉണ്ടാകാം. ദിസ് ടേണിംഗ് പ്ലേസ്ഡ് അഡ്ജസന്റ് ടു ഫോട്ടോ മൾട്ടിപ്ലയർ. ഇവരെന്ത് ചെയ്യും, ഫോട്ടോ മൾട്ടിപ്ലയറിന്റെ അടുത്തായിട്ടാണ് വെക്കാം. ഫോട്ടോ മൾട്ടിപ്ലയർ ഇസ് കണക്റ്റഡ് ടു ഹൈ വോൾട്ടേജ് സപ്ലൈ ആൻഡ് സ്കെയിലർ. ഈ ഫോട്ടോ മൾട്ടിപ്ലയർ ന്യൂക്ലിയസ് റേഡിയേഷൻ ലബോറട്ടറി മെത്തേഡാണിത്. സാമ്പിൾസ് എന്ത് ചെയ്യും, ഡിസ്പെൻഡ് ചെയ്യും. അപ്പൊ കോക്ടെയിൽ എന്ന് വെച്ചാൽ അവിടെ എന്തായിരിക്കും, ഒരു അരോമാറ്റിക് സോൾവെന്റ് കണ്ടെയ്നർ സാധനമാണ് ഈ കോക്ടെയിൽ എന്ന് പറയുന്നത്.
അത് ചിലപ്പോൾ ഹിസ്റ്റോറിക്കലി ബെൻസീൻ അല്ലെങ്കിൽ ടൊളുവീൻ ചെറിയ എമൗണ്ട് ഓഫ് എന്തെങ്കിലും എഡിറ്റീവ്സ് ഉണ്ടാവും. അത് എഡിറ്റീവ്സ് എന്ന് പറയുന്നത് ഫ്ലൂറോസ് പോലത്തെ എഡിറ്റീവ്സും ഉണ്ടാവും ഇതിന്റെ കൂടെ. ഇനി ബീറ്റാ പാർട്ടിക്കിൾസ് ട്രാൻസ്ഫർ എനർജി ടു ദ സോൾവെന്റ് മോളിക്യൂൾ. ബീറ്റാ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? സോൾവെന്റ് മോളിക്യൂൾസ് എനർജി ട്രാൻസ്ഫർ ചെയ്യും, വിച്ച് ഇൻ ടേൺ ട്രാൻസ്ഫർ ദ എനർജി ടു ദ ഫ്ലൂറോസ്. അത് എന്ത് ചെയ്യും? ആ അഡിറ്റീവായ ഫ്ലൂറോസിലേക്കും എനർജി ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഈ എനർജി കൊടുത്ത ആ ഫ്ലൂർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യും. അങ്ങനെ എക്സൈറ്റ് ചെയ്ത ഫ്ലൂർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഡിസിപ്പേറ്റ് ദ എനർജി ഡിസിപ്പേറ്റ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ ബൈ എമിറ്റിംഗ് ലൈറ്റ് ആയിട്ടാണ് എനർജി ഡിസിപ്പേറ്റ് ചെയ്യാം. ഈച്ച് ബീറ്റാ എമിഷൻ റിസൾട്ട്സ് ഇൻ പൾസ് ഓഫ് ലൈറ്റ്. അത് കാരണം ഓരോ ബീറ്റാ എമിഷൻ എന്തുണ്ടാവും? ലൈറ്റിന്റെ പൾസ് ഉണ്ടാവും. സിൻഡിലേഷൻ കോക്ടെയിൽസ് മേ കണ്ടെയ്ൻ അഡിറ്റീവ്സ് ടു ഷിഫ്റ്റ് ദ വേവ് ലെങ്ത് ഓഫ് ദ എമിറ്റഡ് ലൈറ്റ്. അപ്പൊ സിൻഡിലേഷൻ കോക്ടെയിൽസിൽ എന്തിനാണ് അഡിറ്റീവ്സ് എന്ന് വെച്ചാൽ വേവ് ലെങ്ത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, എമിറ്റഡ് ലൈറ്റിന്റെ വേവ് ലെങ്ത് ഷിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഈസിയായി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോക്ടെയിൽസ് ഒക്കെ അഡിറ്റീവ്സ് ഒക്കെ കോക്ടെയിൽസിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. സാമ്പിൾസ് ആർ പ്ലേസ്ഡ് ഇൻ എ സ്മോൾ ട്രാൻസ്പാരന്റ് ട്രാൻസ്ലേക്കൻ. അപ്പൊ സാമ്പിളിനെ നമ്മൾ സ്മോൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ് പോലത്തെ സ്ഥലത്താണ് വെക്കാന്. എന്നിട്ട് ലോഡഡ് ഇൻ ടു ദി ഇൻസ്ട്രുമെന്റ് നോൺ ആസ് ലിക്വിഡ് സിമുലേഷൻ കൗണ്ടർ. അപ്പൊ ഈ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ എന്ത് ലിക്വിഡ് സിമുലേഷൻ കൗണ്ടർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫിഗർ ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്രിസ്റ്റൽ ഫോസ്ഫർ സോൾട്ടിലാണെങ്കിൽ ഇപ്പൊ ലിക്വിഡിലാണെങ്കിൽ ആ ഒരു ഫിഗർ. സോൾട്ട് സിമുലേഷൻ ആണെങ്കിൽ യൂസ്ഫുൾ ഫോർ ഗാമ എമിറ്റിംഗ് ഐസോട്ടോപ്പ് ആണ്. ലിക്വിഡ് ആണെങ്കിൽ വീക്ക് ബീറ്റ എമിറ്റേഴ്സ്, സിമുലേഷൻ ഫ്ലൂയിഡ്സ്. അതിനൊക്കെ next method, photographic emulsion method. Photographic emulsion consists of a suspension of a silver halide grains. Photographic emulsion അവിടെ സിൽവർ ഹാൾഡ് ഗ്രെയിൻസ് ഉണ്ടാവുക. അത് ഇനേർട്ട് ജിലാറ്റിൻ മെട്രിക്സിലായിരിക്കും ഉണ്ടാവുക. അത് സപ്പോർട്ട് ബൈ എ ബാക്കിംഗ് ഓഫ് പ്ലാസ്റ്റിക് ഫിലിം. സപ്പോർട്ടറായിട്ട് പ്ലാസ്റ്റിക് ഫിലിം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടാവും. And if a charged particles or fast electrons through the emulsion interact with the silver halide, molecule produces a similar effect as seen with visible light. ഇപ്പൊ ഏതെങ്കിലും ചാർജ് പാർട്ടിക്കിളിൽ ഫാസ്റ്റ് ഇലക്ട്രോൺസ് ഈ ഇമൽഷനിലൂടെ പാസ് ചെയ്തെന്ന് സംഭവിക്കും, സിൽവർ ഹാലൈഡ് മോളിക്യൂൾസ് ആയിട്ട് ഇന്ററാക്ഷൻ നടക്കും. അത് കാരണം തന്നെ വിസിബിൾ ലൈറ്റിന്റെ അതേ എഫക്ട് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. സം മോളിക്യൂൾസ് ആർ എക്സൈറ്റഡ്. ചില മോളിക്യൂൾസ് എക്സൈറ്റ് ചെയ്യും ആൻഡ് വിൽ റിമൈൻ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിൽ അവർ അവിടെ തന്നെ ആ സ്റ്റേറ്റിൽ നിൽക്കും. ആൻഡ് ആഫ്റ്റർ ദ എക്സ്പോഷർ ഇസ് കംപ്ലീറ്റഡ്, ദിസ് ലാറ്റന്റ് റെക്കോർഡ് ഓഫ് ദ അക്യുമുലേറ്റഡ് എക്സ്പോഷർ ക്യാൻ ബി മെയ്ഡ് വിസിബിൾ ത്രൂ കെമിക്കൽ ഡെവലപ്മെന്റ് പ്രോസസ്. എക്സ്പോഷർ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അക്യുമുലേറ്റഡ് എക്സ്പോഷർ നമുക്ക് പിന്നെ അല്ലെങ്കിൽ കെമിക്കൽ ഡെവലപ്മെന്റ് പ്രോസസ്സിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഡിറ്റക്ട് ചെയ്യാനുള്ള സാധനമാണ് ഫിലിം ബാഡ്സ് പോലത്തെ സാധനം. പിന്നെ മെഡിക്കൽ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ റേഡിയോ ഐസോട്ടോപ്സ് നമ്മൾ അയോഡിൻ 131 ലൊക്കേഷൻ ഡിറ്റക്ഷൻ ഓഫ് ബ്രെയിൻ ട്യൂമറിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. തൈറോയ്ഡ് ഗ്ലാൻഡ് ഡിസോർഡറിന് യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം 24 ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട്, സർക്കുലേഷൻ ഡിസോർഡേഴ്സ്, പമ്പിംഗ് ആക്ഷൻ ഓഫ് ഹാർട്ട്. അയൺ 59 ആണെങ്കിൽ ഡയഗ്നോസിസ് ഓഫ് അനീമിയ, പ്രഗ്നൻസി ഡിസോർഡർ. പിന്നെ കോബാൾട്ട് 60 ഡയഗ്നോസിസ് ഓഫ് ക്യാൻസർ. ഹൈഡ്രജൻ 3 ആണെങ്കിൽ വാട്ടർ കണ്ടന്റ് ഓഫ് ഹ്യൂമൻ ബോഡി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കം 241 ഫോർ യൂണിഫോം തിക്നെസ് ഓഫ് റോൾ ഇൻ സ്റ്റീൽ ആൻഡ് പേപ്പർ. സ്റ്റീലും പേപ്പറും ഒക്കെ യൂണിഫോം തിക്നെസ് റോൾ ചെയ്യാൻ വേണ്ടി. വെട്ടിച്ചേർമ ലൊക്കേഷൻ ഓഫ് ഓയിൽ വെൽസ്. പിന്നെ സോഡിയം 24 ആണെങ്കിൽ ഓയിൽ വെൽ സ്റ്റഡി ആൻഡ് ടു ലൊക്കേറ്റ് ലീക്സ് ഇൻ ദ പൈപ്പ്ലൈൻസ് ഒക്കെ ലീക്ക് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇറിഡിയം 192 ആണെങ്കിൽ ടെസ്റ്റ് ഇന്റഗ്രിറ്റി ഓഫ് ബോയിലേഴ്സ് ആൻഡ് എയർക്രാഫ്റ്റ് പാർട്സ്. യുറേനിയം 235 ആണെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, അതുപോലെ തന്നെ നാവൽ പ്രൊപ്പൽഷൻ സിസ്റ്റം ഫ്യൂവൽ, പ്രൊഡക്ടിവിറ്റി ഓഫ് എ ഫ്ലൂറസെന്റ് ഗ്ലാസ്വെയർ ആൻഡ് കളേർഡ് വാൾട്ടൈൻസ്. പിന്നെ കാലിഫോർണിയം 252 ആണെങ്കിൽ ഡിറ്റർമൈൻ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് സോയിൽ. പിന്നെ ഇമ്പോർട്ടന്റ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ് ഈ റേഡിയേഷന്റെ ബയോളജിക്കൽ എഫക്ട്സിലേക്ക് നോക്കാം. റേഡിയോ ആക്റ്റീവ് ഫോട്ടോൺസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ലിവിങ് സെല്ലിൽ പാസ് ചെയ്യുന്ന സംഭവിക്കും. നമ്മളെ ബോൺസ് റപ്ചർ ചെയ്യാൻ, മോളിക്യൂൾസിലുള്ള ബോൺസ് റപ്ചർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത് കാരണം മോളിക്കുലർ ചേഞ്ചസ് നടക്കും. അത് കാരണം നമ്മളെ സെല്ലിനൊക്കെ ഇഞ്ചുറി ചെയ്യും. ആൻഡ് ദിസ് ഡിസ്ട്രോയ് ദ കപ്പാസിറ്റി ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ സം സെൽസ്. അപ്പൊ ഇത് കാരണം ചില സെൽസ് റീപ്രൊഡക്ഷനെ എഫക്ട് ചെയ്യും, അതുപോലെ തന്നെ മ്യൂട്ടേഷന് സാധ്യത ഉണ്ട്. ആൻഡ് വിച്ച് ദ സെൽസ് റിസൾട്ട് ഫ്രം ഡിവിഷൻ ആൻഡ് ആർ ഡിഫറെന്റ് ഫ്രം ദ പാരന്റ്സ്. ആൻഡ് എ വെരി വീക്ക് എക്സ്പോഷർ over several years can be cause potentially injurious as large single exposure. അപ്പൊ ഈ വെരി വീക്ക് ആയിട്ടുള്ള സെവറൽ ഇയേഴ്സ് ആയിട്ടുള്ള എക്സ്പോഷർ എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ഇഞ്ചുറിയസ് ആണ്. ലാർജ് സിംഗിൾ എക്സ്പോഷർ പോലെ തന്നെ എന്ത് സെവറൽ ഇയേഴ്സ് കൊണ്ട് നടക്കുന്ന വീക്ക് ആയിട്ടുള്ള എക്സ്പോഷറും അതേപോലെ തന്നെ ഇഞ്ചുറിയസ് തന്നെയാണ്.
പിന്നെ ബേസിക് സേഫ്റ്റി ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ റേഡിയേഷൻ എക്സ്പോഷർ ഹസാർഡ്സ് ദ ബേസിക് പ്രൊട്ടക്ഷൻ അസോസിയേറ്റ് വിത്ത് ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ടൈം ഡിസ്റ്റൻസ് ഷീൽഡിംഗ് ഒക്കെ വെച്ച് നോക്കണം. ടൈം ആണെങ്കിൽ സിംപ്ലസ്റ്റ് മെത്തേഡ് ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം അയോണൈസിംഗ് റേഡിയേഷൻ ഇസ് ടു സ്പെൻഡ് സോഴ്സിന്റെ വിസിറ്റിയിൽ സ്പെൻഡ് ചെയ്യാം. പിന്നെ ദിസ് ഈസ് ആപ്ലിക്കബിൾ ഈവൻ when other protection methods are adopted. Reducing the exposure time by 1/2 and reduces the dose received by 1/2. The exposure time എന്ന് പറയുന്നത് 1/2 ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്യാം. പിന്നെ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ ഈ പേഴ്സണും സോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡബിൾ ഡിസ്റ്റൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം. പിന്നെ മെയിൻറ്റൈനിങ് എ സേഫ് ഡിസ്റ്റൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ് വെൻ വർക്കിംഗ് നിയർ ഇൻഡിക്കലി ഷീൽഡ് സോഴ്സ് ഓഫ് റേഡിയേഷൻ. ഒരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഷീൽഡിംഗ് ആണെങ്കിൽ ദ മോർ മാസ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എ സോഴ്സ് ആൻഡ് പേഴ്സൺ ലെസ് റേഡിയേഷൻ. അപ്പൊ കുറെ മാസ് നമ്മൾ പ്ലേസ് ചെയ്താല് സോഴ്സും പേഴ്സണൽ പ്ലേസിൽ ബിറ്റ്വീനിൽ കുറെ മാസ് പ്ലേസ് ചെയ്താല് റേഡിയേഷൻ എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും പേഴ്സൺ കിട്ടുന്ന റേഡിയേഷൻ. പിന്നെ അതായത് നിങ്ങൾ ഷീൽഡിംഗ് വെക്കണം. ട്രാൻസ്പാരന്റ് പ്ലേറ്റ്സ് ഓഫ് തിക്ക് പ്ലാസ്റ്റിക് or aluminum is used for shielding beta particles. Transparent plates of thick plastic, aluminum ആണ് അധികം യൂസ് ചെയ്യുക ഷീൽഡ് ആയിട്ട്. പിന്നെ ഗാമ റേസ് can be attenuated by using a lead shields. ഗാമ റേസ് നമുക്ക് ലെഡ് ഷീൽഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് യൂസ് ചെയ്യാം. പിന്നെ മോണിറ്ററിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഫിലിം ബാഡ്ജസ്, അങ്ങനെ കുറച്ച് മോണിറ്ററിംഗ് സാധനങ്ങളുണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. TLD glasses must be worn in the laboratory. പിന്നെ മെറ്റീരിയൽസ് ഓർ എക്യുപ്മെന്റ്സ് വിച്ച് ആർ നോട്ട് റിക്വയർഡ് മസ്റ്റ് നോട്ട് ബി ബ്രോട്ട് ഇൻ ദ ലബോറട്ടറി. ഇപ്പൊ ലബോറട്ടറിയിൽ ഒന്നും ആവശ്യമില്ലാത്ത മെറ്റീരിയൽസ് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻവെന്ററി ഓഫ് റേഡിയേറ്റീവ് സോഴ്സസ് യൂസ് ചെയ്യുന്ന ലബോറട്ടറി മസ്റ്റ് ബി മെയ്ഡ് അപ്ഡേറ്റഡ്. റേഡിയേറ്റീവ് സോഴ്സ് എന്ത് ചെയ്യണം, ലബോറട്ടറിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ അപ്ഡേറ്റും ചെയ്യണം. പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും അങ്ങനെ ഈ ഒരു ലബോറട്ടറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റൂല. പിന്നെ ഓൾവേസ് യൂസ് അപ്രോപ്രിയേറ്റ് ഷീൽഡിംഗ് വെൻ വർക്കിംഗ് വിത്ത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. ഇപ്പൊ ഇങ്ങനെ മെറ്റീരിയൽസ് ആയിട്ട് വർക്ക് സമയത്ത് അപ്രോപ്രിയേറ്റ് ഷീൽഡിംഗ് ഒക്കെ യൂസ് ചെയ്യണം. പിന്നെ യൂസ് ഓഫ് റിമോട്ട് ഹാൻഡിൽ ഡിവൈസസ് സച്ച് ആസ് ഫോർസെപ്സ്, ട്രോങ്സ്, അതുപോലത്തെ സാധനങ്ങൾക്ക് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ സൊല്യൂഷൻ ഒരിക്കലും പിപ്പറ്റ് ചെയ്യാതിരിക്കുക, വായന കൊണ്ട് പിപ്പറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ വർക്ക് സർഫേസ് എന്ന് പറയുന്നത് മസ്റ്റ് ബി കവേർഡ് വിത്ത് സ്മൂത്ത് നോൺ അബ്സോർബിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ വർക്ക് സർഫേസ് കവർ ചെയ്യണം. നെക്സ്റ്റ് ഓട്ടോ റേഡിയോഗ്രഫി നോക്കാം. Principle: ionization radiation acts upon a photographic emulsion or a film to produce a latent image. ഇപ്പോൾ അയോണൈസിങ് റേഡിയേഷൻ എന്ത് ചെയ്യും, ഒരു ലാറ്റിൻ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഫോട്ടോഗ്രാഫിക് ഇമേഴ്ഷൻ അല്ലെങ്കിൽ ഫിലിം ആയിട്ട് ആക്ട് ചെയ്യും. മറ്റേ വിസിബിൾ ലൈറ്റ് ചെയ്യുന്ന പോലെ. ഇതാണ് ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുന്നത്. റേഡിയേഷനെ പിന്നെ ലാറ്റിൻ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫിക് ഇമേഴ്ഷനോ അല്ലെങ്കിൽ ഫിലിം ആയിട്ടോ ആക്ട് ചെയ്യും. ദി ഇമേഴ്ഷൻ ഓർ ഫിലിം കണ്ടെയ്ൻ സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസ്. അപ്പൊ ഇമേഴ്ഷൻ അല്ലെങ്കിൽ ഫിലിമിൽ എന്തുണ്ടാവും, സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസ് ഉണ്ടാവും. അപ്പൊ ആസ് എനർജി ഫ്രം ദി റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസ് ഈസ് ഡിസിപ്പേറ്റഡ്, റേഡിയോആക്റ്റീവ് മെറ്റീരിയലുള്ള എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് സിൽവർ ഹാലൈഡ് എന്ത് ചെയ്യും, നെഗറ്റീവ്ലി ചാർജ് ആവും. എന്ത് ചെയ്യും, അവർ മെറ്റാലിക് സിൽവർ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. And thus forming a particulate latent image. അങ്ങനെ ഒരു particulate latent image ഫോം ചെയ്യും. ഫോട്ടോഗ്രാഫി ഡെവലപ്പേഴ്സ് ഷോ ദിസ് സിൽവർ ഗ്രെയിൻ ആസ് എ ബ്ലാക്കനിങ് ഓഫ് ദ ഫിലിം. അപ്പൊ ഈ സിൽവർ ഹൈലൈറ്റ് ആണ് ഫിലിമിന്റെ ബ്ലാക്കനിങ്ങിന് കാരണം. Then fixers are used to remove any remaining silver halide and permanent image result. അപ്പൊ റിമൈനിങ് സിൽവർ ഹാലൈഡ് ഫിക്സേഴ്സ് ഉപയോഗിച്ച് റിമൂവ് ചെയ്തിട്ട് ഒരു പെർമനന്റ് ഇമേജ് നമുക്ക് റിസൾട്ട് ആയി. It is very sensitive technique and has been used in wide varieties of biological experiments. അപ്പൊ ഭയങ്കര സെൻസിറ്റീവ് ടെക്നിക്കാണ്, നമ്മൾ അധിക ബയോളജിക്കൽ എക്സ്പെരിമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. എ ഗുഡ് എക്സാമ്പിൾ ഈസ് ഓട്ടോ റേഡിയോഗ്രഫി ഓഫ് ന്യൂക്ലിക് ആസിഡ് സെപ്പറേറ്റഡ് ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസ് ബൈ ന്യൂക്ലിക് ആസിഡ് സെപ്പറേഷൻ, അതാണ് ഓട്ടോ റേഡിയോഗ്രഫിന്റെ ഒരു എക്സാമ്പിൾ. ഐസോട്ടോപ്പ് ഇൻ ജനറൽ വീക്ക് ബീറ്റ എമിറ്റിംഗ് ഐസോട്ടോപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 3H, 14C, 35S ആണ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത്. പിന്നെ particularly for cell and tissue localization experiments. This is because the energy of the radiation is low. റേഡിയേഷൻ എനർജി എന്ന് പറയുന്നത് ലോ ആയിരിക്കും. സാമ്പിൾ മസ്റ്റ് ബി ക്ലോസ് ടു ഫിലിം. സാമ്പിൾ എന്ന് പറയുന്നത് ഫിലിമായിട്ട് എപ്പോഴും ക്ലോസ് ആയിരിക്കണം.
കാരണം റേഡിയേഷന് പുറത്തേക്ക് സ്പ്രെഡ് ഔട്ട് ആകാൻ പറ്റൂല. അത് കാരണം ക്ലിയർ ഇമേജ് റിസൾട്ട് ചെയ്യും. ദ റേഡിയേഷൻ വിത്ത് ഹൈ എനർജി ഗിവ്സ് ഫാസ്റ്റ് റിസൾട്ട്. അപ്പൊ റേഡിയേഷന് ഹൈ എനർജി ആയിട്ട് ചെയ്താൽ എന്തുണ്ടാവുക, ഫാസ്റ്റ് റിസൾട്ട് കിട്ടുക. പക്ഷെങ്കിൽ ആ റിസൊല്യൂഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ബിക്കോസ് ഹയർ എനർജി നെഗറ്റോസ് പ്രൊഡ്യൂസേഴ്സ് മച്ച് ലോങ്ങർ ട്രാക്ക് ലെങ്ത്. കാരണം അവർ ഹയർ എനർജി നെഗോട്രോൺസ് എന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിന് ലോങ്ങർ ട്രാക്ക് ലെങ്ത് ആയിരിക്കും. അപ്പൊ എക്സ്പോസിങ് ഗ്രേറ്റർ സർഫസ് ഏരിയ ഓഫ് ദ ഫിലിം. അതിൽ ഫിലിമിന്റെ അധിക സർഫസ് ഏരിയ എക്സ്പോസ് ചെയ്യുന്ന കാരണം നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഡിസ്ക്രീറ്റ് ഇമേജ് ആയിരിക്കും. റേഡിയേഷൻ വിത്ത് ഹൈ എനർജി ഉപയോഗിച്ചാൽ ഫാസ്റ്റ് റിസൾട്ട് ആയിരിക്കും, പക്ഷെ റെസൊല്യൂഷൻസ് കുറവായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് 32p എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ചോയ്സ് ഓഫ് ഇമൽഷൻ ഫിലിം. ഓട്ടോറേഡിയോഗ്രഫി ഇമൽഷൻസ് ആർ സൊല്യൂഷൻസ് ഓഫ് സിൽവർ ഹാലൈഡ് that can be made to set solid by the inclusion of materials such as gelatin. ഓട്ടോറേഡിയോഗ്രഫി എന്ന് പറയുന്നത് ഇമൽഷൻ ആണ് സിൽവർ ഹാലൈഡിന്റെ, and that can be made set solid by the inclusion of the materials such as gelatin. Gelatin പോലത്തെ മെറ്റീരിയൽസിന് ഇൻക്ലൂഷൻ വഴിയാണ് ഉണ്ടാക്കുന്നത്. And this can be used for example for autoradiography by microscope slides. X-ray film is the alternative and is used for gels. X-ray film ആണ് വേറൊരു alternative എന്ന് പറയുന്നത്. പിന്നെ ഫിലിംസ് ഡിഫറൻറ്റ് സെൻസിറ്റിവിറ്റി. ഓരോ ഫിലിമിന്റെയും സെൻസിറ്റിവിറ്റി ഡിഫറെന്റ് ആയിരിക്കും. Advice on what to use is provided by the manufacturers. Direct autoradiography. Direct autoradiography, the X-ray film or emulsion is placed as close as possible to the sample. ഓട്ടോ റേഡിയോഗ്രാഫിയില് നമ്മൾ എക്സ്റേ ഫിലിം അല്ലെങ്കിൽ ഇമേജ് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യാന്ന് വെച്ചാല് സാമ്പിളിന്റെ ഏറ്റവും എത്ര ക്ലോസ് ആകാൻ പറ്റും അത്രയും ക്ലോസിലാണ് പ്ലേസ് ചെയ്യുക. ആൻഡ് എക്സ്പോസ് അറ്റ് കൺവീനിയന്റ് ടെമ്പറേച്ചർ. എന്തെങ്കിലും കൺവീനിയന്റ് ടെമ്പറേച്ചർ നമ്മൾ അവരെ എക്സ്പോസ് ചെയ്യും. ക്വാണ്ടിറ്റി ഇമേജ് ആർ പ്രൊഡ്യൂസർ അൺടിൽ സാച്ചുറേഷൻ റിസർച്ചർ. അപ്പം സാച്ചുറേഷൻ റീച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യും. ദ ഷെയ്ഡ് ഓഫ് ഗ്രേ ഇൻ ദ ഇമേജ് ആർ റിലേറ്റഡ് ടു ദ കോമ്പിനേഷൻ ഓഫ് ദ ലെവൽസ് ഓഫ് റേഡിയേഷൻ ആൻഡ് ലെങ്ത് ഓഫ് ദ എക്സ്പോഷർ. അപ്പൊ ഇമേജിലെ ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്ന് പറയുന്നത് എന്ത് റിലേറ്റഡ് ആയിരിക്കും വെച്ചാല് ലെവൽസ് ഓഫ് റേഡിയേഷന്റെ കോമ്പിനേഷന്, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് എക്സ്പോഷറിനെയും റിലേറ്റ് ആയിരിക്കും ഉണ്ടാവാറ്. അൺടിൽ ബ്ലാക്ക് ഓർ നിയർലി ബ്ലാക്ക് ഇമേജ് റിസൾട്ട്. അത് കാരണം ബ്ലാക്ക് അല്ലെങ്കിൽ നിയർലി ബ്ലാക്ക് ഇമേജ് ആണ് കിട്ടാൻ. പിന്നെ ഐസോട്ടോപ്പ് വിത്ത് ആൻ എനർജി ഓഫ് റേഡിയേഷൻ ഈക്വൽ ടു ഓർ ഹയർ ദാൻ 14C. അപ്പൊ ആ റിക്വേർഡ് നമ്മൾ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് അതിന്റെ എനർജി എന്ന് പറയുന്നത് 14 കാർബൺ അത്രയെങ്കിലും ഉണ്ടാവണം. അതിന്റെ കൂടുതലായിട്ട് ഉണ്ടായിരിക്കണം ഐസോട്ടോപ്പിന്റെ എനർജി. ദ ഹയർ ദ എനർജി ദ ക്വിക്കർ ദ റിസൾട്ട്. അപ്പൊ എനർജി കൂടുതലാകുമ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ക്വിക്കർ ആയിരിക്കും. ഫ്ലൂറോഗ്രഫി നോക്കുകയാണെങ്കിൽ ഇവിടെ ലോ എനർജി ബീറ്റ എമിറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻഹാൻസ് സെൻസിറ്റിവിറ്റി സെവറൽ ഓർഡേഴ്സ് ഓഫ് ദ മാറ്റർ ബൈ യൂസിങ് ഫ്ലൂറോഗ്രഫി. അപ്പൊ സെൻസിറ്റിവിറ്റി നമുക്ക് ഇവിടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഫ്ലൂർ എന്ന് വെച്ചാൽ PP ഓർ സോഡിയം സിലിക്കേറ്റ് ആണ്. ആൻഡ് can be used to enhance the image. Beta particles emitted from the isotope will cause the fluor to become excited by emission light. ഈ ഐസോട്ടോപ്പിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ബീറ്റ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഫ്ലോറിന് എക്സൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എമിറ്റ് എന്ത് ചെയ്യും, ലൈറ്റ് എമിറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇത്. വിച്ച് വിൽ റിയാക്ട് വിത്ത് ഫിലിം, അത് ഫിലിമായിട്ട് റിയാക്ട് ചെയ്യും. ആൻഡ് ദിസ് ഹാസ് ബി യൂസ്ഡ് ഫോർ എക്സാമ്പിൾ ഫോർ ഡിറ്റക്ട് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിക് ആസിഡ് ഇൻ ജെൽസ്. ഇപ്പൊ ജെൽസിലെ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിക് ആസിഡ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. The floor is infiltrated into the gel and following electrophoresis, the gel is dried and then placed in contact with a pre-flashed film. പിന്നെ intensifying screen നോക്കുകയാണെങ്കിൽ intensifying screen are used when obtaining the fast result, more important than high resolution. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വേണമെങ്കിൽ intensifying screen ഉപയോഗിക്കാം. റെസൊല്യൂഷൻ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നില്ല. റെസൊല്യൂഷൻ വേണ്ട, ഫാസ്റ്റ് റിസൾട്ട് മതിയെങ്കിൽ ഇത് യൂസ് ചെയ്യാം. It is used for example in gel electrophoresis. Gel electrophoresis ഉപയോഗിക്കുന്ന analysis of membrane, അതുപോലെ തന്നെ ഹൈ എനർജി ബീറ്റ എമിറ്റേഴ്സ്, പിന്നെ 32p ലാബിൾ DNA, പിന്നെ ഗാമൈറ്റ് ഐസോടോപ്സ്, അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. The intensity screen consists of solid phosphor and is placed on other side of the film from the sample. ഇപ്പൊ ഇന്റൻസിഫൈഡ് സ്ക്രീൻ എന്തുണ്ട്, സോൾഡ് ഫോസ്ഫോർ ഉണ്ട്, ആൻഡ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഫിലിം, ഫിലിമിന്റെ വേറെ സൈഡിൽ വെക്കുക ഫ്രം ദ സാമ്പിൾ. ഹയർ എനർജി റേഡിയേഷൻ പാസസ് ടു ദ ഫിലിം, ഫിലിമിൽ കൂടെ ഹയർ എനർജി റേഡിയേഷൻ പാസ് ചെയ്യും. അപ്പൊ അത് സംഭവിക്കും, നമ്മൾ ഫോസ്ഫോറിന് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കാരണം വിച്ച് ഇൻ ടേൺ സൂപ്പർ ഇമ്പോസസ് ഇറ്റ്സ് ഇമേജ് ഓൺ ദ ഫിലിം. അപ്പൊ ഇതെന്ത് ചെയ്യും, ഇമേജിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യും, ഫിലിമിൽ പ്രൊഡ്യൂസ് ചെയ്യും. And this the reduction in resolution is due to the spread of the light imagined in the screen. അപ്പൊ റെസൊല്യൂഷൻ കുറവുള്ള കാരണം എന്ന് വെച്ചാല് ലൈറ്റിന്റെ സ്പ്രെഡ് കാരണമാണ്, സ്ക്രീനിൽ ലൈറ്റിന്റെ സ്പ്രെഡ് കാരണമാണ് റെസൊല്യൂഷൻ റിഡക്ഷൻ സംഭവിക്കുന്നത്. ഇന്റൻസിഫൈങ് സ്ക്രീൻസ് ഓർ ഫ്ലൂറോഗ്രഫി ആർ യൂസ്ഡ് ഇൻ ദ എക്സ്പോഷർ ഷുഡ് ബി ഡൺ അറ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിന്റെ കേസിൽ നമുക്ക് ഫ്ലൂറോഗ്രഫി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രീഫ്ലാഷൻ നോക്കുകയാണെങ്കിൽ ഇത് റെസ്പോൺസ് ഓഫ് ഫോട്ടോഗ്രാഫിക് എമൽഷൻ ടു
radiation is not linear and usually resolve as a slow initial phase followed by linear phase. ഫോട്ടോഗ്രാഫിക് എമൽഷൻ എന്ന് പറയുന്നത് ഇനി റേഡിയേഷന്റെ എമൽഷൻ എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കില്ല. യൂഷ്വലി എന്തായിരിക്കും, ഒരു ഫസ്റ്റ് ഒരു സ്ലോ ഇനീഷ്യൽ ഫേസ് ഉണ്ടാവും, ലാഗ് ആയിട്ട്, പിന്നെ എന്ത് ഫേസ് ആണ് ഫോം ചെയ്യാം. സെൻസിറ്റിവിറ്റി ഓഫ് ഫിലിം മേ ബി ഇൻക്രീസ് ബൈ പ്രീ ഫ്ലാഷിംഗ്. ഫിലിംസിന്റെ സെൻസിറ്റിവിറ്റി നമുക്ക് പ്രീ ഫ്ലാഷിംഗ് വഴി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. This involves millisecond light flash prior to the sample being brought to the juxtaposition with the film. നമ്മൾ മില്ലിസെക്കൻഡ് ലൈറ്റ് ഫ്ലാഷ് എന്ത് ചെയ്യണം, സാമ്പിളിൽ ബ്രോട്ട് ചെയ്യണം. അപ്പോൾ ഫിലിം വഴി ജക്സ്റ്റാപോസിഷൻ ആയിരിക്കും നമ്മൾ ഈ സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ആൻഡ് ഓഫർ യൂസർ ഹൈ സെൻസിറ്റിവിറ്റി റിക്വയർഡ് ഓർ ഇഫ് ഇറ്റ്സ് റിസൾട്ട്സ് ആർ ടു ബി ക്വാണ്ടിഫൈഡ്. ഇതെപ്പോൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഹൈ സെൻസിറ്റിവിറ്റി ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ റിസൾട്ടിനെ ക്വാണ്ടിഫൈ ചെയ്യുന്ന കേസാണ് യൂസ് ചെയ്യാം. ഇനി ക്വാണ്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ auto radiography is usually used to locate rather than to quantify radioactivity. നമ്മൾ അധികം ഓട്ടോ റേഡിയോഗ്രഫിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നില്ല, നമ്മൾ അധികം ലൊക്കേറ്റ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാനും പറ്റും. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ടു ഒബ്റ്റെയിൻ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഡയറക്ട്ലി ഫ്രം ഓട്ടോ റേഡിയോഗ്രാഫ്സ്. ഓട്ടോ റേഡിയോഗ്രാഫ്സ് വഴി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും കിട്ടാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡിജിറ്റൽ ഇമേജ് അനാലിസിസ് യൂസ് ചെയ്താൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ മാത്രമല്ല ഇതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും വേണമെങ്കിൽ കിട്ടാൻ പറ്റും. And quantification is not reliable at low or high levels of exposure. Low അല്ലെങ്കിൽ high level of exposure സമയത്ത് നമുക്ക് കിട്ടൂല. കാരണം വെച്ചാല് ബിക്കോസ് ഓഫ് ദ ലാഗ് ഫേസ് ഉണ്ടാവും. ലോ ആണെങ്കിൽ ലാഗ് ഫേസ്, ഹൈ ലെവൽസ് ആണെങ്കിലും അവിടെ സാച്ചുറേഷൻസ് ഉണ്ടാവും. പിന്നെ പ്രീ ഫ്ലാഷിംഗ് കമ്പൈൻഡ് വിത്ത് ഫ്ലൂറോഗ്രഫി ഓർ ഇന്റൻസിഫൈഡ് സ്ക്രീൻസ് ക്രിയേറ്റ് ദ ബെസ്റ്റ് കണ്ടീഷൻ ഫോർ ക്വാണ്ടിറ്റേറ്റീവ് വർക്കിംഗ്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് വർക്കിന് എന്ത് വേണം, നേരത്തെ പ്രീ ഫ്ലാഷിംഗ് ഇല്ല, അത് വേണം. അതുപോലെ തന്നെ ഫ്ലൂറോഗ്രഫിന്റെ കൂടെ പ്രീ ഫ്ലാഷിങ്ങും അല്ലെങ്കിൽ ഇന്റൻസിഫൈഡ് സ്ക്രീൻസും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് നല്ല ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കിട്ടുന്നതാണ്.